ശ്രീനാരായണ ഗുരുദേവൻ്റെ ജന്മസ്ഥലമായ കേരളത്തിലെ നവോത്ഥാനത്തിൻ്റെ പിതാവായ ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലമായ ചെമ്പഴന്തിക്കടുത്ത് വളരെ അടുത്തുള്ള ശ്രീകാര്യത്ത് അയ്യങ്കാളിയുടെയും ഗുരുദേവൻ്റെയും പ്രതിമകൾ അടങ്ങിയിരിക്കുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ വരുന്ന 2026 ഒരു നിയമസഭാ ഇലക്ഷൻ നടക്കുകയാണ്. വരുന്ന നിയമസഭാ ഇലക്ഷനിൽ കഴക്കൂട്ടത്ത് BJP സ്ഥാനാർത്ഥിയായി വി മുരളീധരൻ്റെയും CPM സ്ഥാനാർത്ഥിയായിട്ട് കടകംപള്ളി സുരേന്ദ്രൻ്റെയുമാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആരായിരിക്കണം, ആരാണ് ഈ മണ്ഡലത്തിൽ നിന്ന് ജയിക്കേണ്ടത് എന്നാണ് അങ്ങ് കരുതുന്നത്? പറഞ്ഞോ. 2026 മാർച്ച് 13 സമയം രാവിലെ 6 മണിയോട് അടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു മാർക്കറ്റാണ്. കുറവിലായി ഏതോ ഒരു പഞ്ചായത്തിലെ ഗുരുദേവ പ്രതിഷ്ഠ പോലെ പ്രതിഷ്ഠിക്കുവാൻ ശ്രമിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് മാർക്കറ്റിന് തൊട്ടുപുറകിനെ പ്രതിഷ്ഠിക്കുന്നത് മാർക്കറ്റിനെ തൊട്ട് ഉദ്ദേശിക്കുന്ന നവോത്ഥാന നായകനെ ഇങ്ങനെ ശ്രീകാര്യം ജംഗ്ഷനിൽ നിന്ന് മാർക്കറ്റിൻ്റെ തൊട്ട് പുറകിൽ കൊണ്ടുപോയി സ്ഥാപിക്കുന്നതിന് ശ്രമിക്കുന്നത് കുറച്ച് മാടമ്പിമാരാണ്. ഈ മാടമ്പിമാരിൽ ഗുരുദേവൻ്റെ DNA അല്ല വർക്ക് ചെയ്യുന്നത്. യഥാർത്ഥ ഗുരുദേവൻ്റെ DNA ഉള്ള MA വാഹിദിനെ പോലെയുള്ള കാൻഡിഡേറ്റുകളെ 2026 ഇലക്ഷനിൽ മത്സരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അദ്ദേഹം സ്വതന്ത്രനായി നിന്ന് മത്സരിച്ചാലും വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ് കഴക്കൂട്ടം. കഴക്കൂട്ടം മണ്ഡലത്തിലെ എല്ലാ വ്യക്തികൾക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് ശ്രീ MA വാഹിദ്. അതിലുപരി അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും വാക്കുകളും ഒന്നു തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ എൻ്റെ അനുഭവത്തിൽ ഹൈക്കോടതി ബെഞ്ചിന് വേണ്ടി വഞ്ചിയൂർ സമരം നടത്തുമ്പോൾ ഒരു ദിവസം നിരാഹാര സമരം അനുഷ്ഠിക്കുവാനും അതിനുവേണ്ടി നിരാഹാരം കിടക്കുവാനും തയ്യാറായ വ്യക്തിയാണ് ശ്രീ MA വാഹിദ്. അദ്ദേഹം നമ്മുടെ മേയർ പറയുന്നത് പോലെ ഹൈക്കോടതി ബെഞ്ച് ഇപ്പോൾ പരിഗണനയിലില്ല എന്ന് പറയുന്ന വ്യക്തിയല്ല. ശ്രീ MA വാഹിദ് കണ്ണമ്മൂല വാർഡിൽ നിന്നും ജയിച്ച് കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് 3 തവണ കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുവാനും സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മണ്ഡലമെന്ന് വേണമെങ്കിൽ പറയാം കഴക്കൂട്ടം മണ്ഡലത്തിൽ. അദ്ദേഹത്തെ കാൻഡിഡേറ്റ് ഇല്ലാതെ 2026 ഇലക്ഷൻ കടന്നു പോകുന്നത് ഒട്ടും ശരിയല്ല. ഭീഷ്മാചാര്യനായ ശ്രീ MA വാഹിദിനെ കഴക്കൂട്ടം മണ്ഡലത്തിൽ നിർത്തി മത്സരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അമ്പലപ്പുഴയിൽ ശ്രീ G. സുധാകരൻ മത്സരിക്കുന്നത് പോലെയോ അതിനേക്കാളോ മൈലേജ് ലഭിക്കുന്ന ഒരു കാൻഡിഡേറ്റാണ് ശ്രീ MA വാഹിദ്. ശ്രീനാരായണ ഗുരുവിൻ്റെ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ള ആപ്തവാക്യത്തിന് ഏറ്റവും ഉത്തമ ഉദാഹരണമായിട്ടുള്ള വ്യക്തിയാണ് ശ്രീ MA വാഹിദ്. അദ്ദേഹത്തിൻ്റെ DNA ഗുരുവിൻ്റെ DNAക്ക് തുല്യമായി പരിഗണിക്കാവുന്നതാണ്. ഗുരു എന്തോണോ ഉദ്ദേശിക്കുന്നത് ഗുരുവിൻ്റെ പ്രഥമ ശിഷ്യനായി ശ്രീ MA വാഹിദിനെ
പരിഗണിക്കുകയും അദ്ദേഹത്തെ കണക്കൂട്ട മണ്ഡലത്തിൽ നിർത്തി 2026 ഇലക്ഷന് തിരഞ്ഞെടുക്കുകയും വേണ്ടത് കേരള നിയമസഭ ചരിത്രത്തിലെ ഒരു സുവർണ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന ഒന്നായി മാറുന്നതായിരിക്കും. വരുന്ന ഇലക്ഷനിൽ EV രാജേഷ് എങ്ങനെയാണോ തിരുവനന്തപുരത്തിന്റെ മേയറായത്, അതുപോലെ ഒരു ഗ്രൂപ്പ് മന്ത്രിസഭയായിരിക്കും വരുവാൻ ചാൻസ് ഉള്ളത്. ആയതിനാൽ കഴക്കൂട്ടത്തിന്റെ പ്രാധാന്യം വളരെ ഏറെയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ MA വാഗീദിനെ പോലെയുള്ള സ്ഥാനാർത്ഥികളെ നിർത്താതിരുന്നാൽ അത് രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ കൊടിയ ചതിയും വഞ്ചനയുമാണ്. MA വാഗീദ് എന്ന് പറഞ്ഞാൽ കഴക്കൂട്ടമാണ്. അദ്ദേഹത്തിനെ കാൻഡിഡേറ്റായി നിർത്തിക്കണമെന്ന് ആഗ്രഹമുള്ള കഴക്കൂട്ടം മണ്ഡല നിവാസികളുടെ പ്രതിനിധിയായി എനിക്ക് പറയുവാനുള്ളത്, എന്തായാലും നമ്മൾ ഏകദേശം ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മസ്ഥലമായ ചെമ്പഴന്തിക്ക് അടുത്ത് തന്നെ എത്തിയിരിക്കുകയാണ്. ഈ കാര്യത്തിൽ നിന്ന് ഒരു 5 മിനിറ്റിനകം ഉള്ള ദൂരമാണ് ചെമ്പഴന്തി. ഈ കാര്യം തിരുവനന്തപുരത്തേക്ക് എറണാകുളത്ത് നിന്നും കാസർഗോഡ് നിന്നും വരുന്നവർക്ക് ശ്രീകാര്യം ജംഗ്ഷനിൽ എത്തുമ്പോൾ ചെമ്പഴന്തിയിലേക്കുള്ള ചൂണ്ടുപലകയായിരുന്നു അവിടെ സ്ഥാപിച്ചിരുന്ന ഗുരുദേവ പ്രതിമ. ആ ഗുരുദേവ പ്രതിമയെയാണ് ഇപ്പോൾ ഏതോ പഞ്ചായത്തിൽ മാർക്കറ്റിന് പിറകിലുള്ള ഒരു സ്ഥലത്ത് ആരെയും കാണാതെ ആർക്കും ഒരു നവോത്ഥാന നായകനെ ഇത്തരം രീതിയിൽ അധിക്ഷേപിക്കുന്നത് കേരള ജനതയ്ക്ക് ഒട്ടും ഭൂഷണമല്ല. ഇത് ചെയ്യുന്നത് ചരിത്രത്തോടും അനീതിയോടും കട്ടുന്ന ഒരു കൂട്ടം കൊള്ളക്കാരുടെ സംഘമാണ്. ഗുരുവിൻ്റെയും അയ്യങ്കാളിയുടെയും പ്രതിമ മാർക്കറ്റിന് പുറകിൽ കൊണ്ട് സ്ഥാപിക്കുകയും കുറച്ച് കഴിയുമ്പോൾ കുറച്ച് മാർക്കറ്റിലെ ചവറുകളും വേസ്റ്റ് കൊണ്ടിട്ട് ആ പ്രതിമകളെ മൂടുകയും ചെയ്യുന്നതായിരിക്കും. അതിനേക്കാൾ വളരെ നവോത്ഥാന നായകന്റെ പ്രതിമയും അയ്യങ്കാളിയുടെ പ്രതിമയും ശ്രീകാര്യത്തെ പ്രധാന ജംഗ്ഷനിൽ തന്നെ സ്ഥാപിക്കുകയും നവോത്ഥാന നായകന് വേണ്ട അയ്യങ്കാളിക്കും വേണ്ട പരിഗണന കേരള ഗവൺമെന്റും ഭാരത സർക്കാരും നൽകിയില്ലെങ്കിൽ ഇത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു തിന്മയായി പരിഗണിക്കേണ്ടി വരും എന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മസ്ഥലമായ ചെമ്പഴന്തിയിൽ നിന്ന് ഞാൻ പറയുകയാണ്. ശ്രീ വെള്ളാപ്പള്ളിയോ മറ്റു പള്ളികളോ അല്ല, ഇതിലൂടെ അല്ല ശ്രീനാരായണ ഗുരുദേവന്റെ DNA പ്രവർത്തിക്കുന്നത്. MA വാഗീദിനെ പോലെയുള്ള കാൻഡിഡേറ്റിലൂടെയാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന ആപ്തവാക്യത്തിന്റെ ഗുരുദേവന്റെ പുണ്യഭൂമിയിൽ വെച്ച് ഞാൻ ഈ പ്രസ്താവന നിർത്തുകയാണ്. ജയ് ഹിന്ദ്. ഓക്കെ.